രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ആശയപരമായ പോരാട്ടമാണ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ഒരു ഗുസ്തി മത്സരമല്ല. നമ്മളോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണുള്ളത്. അദ്ദേഹം ദേശീയ 66 ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കാത്തതിലുള്ള അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു. ഒപ്പം തന്നെ സമാന്തരമായ ഒരു ജനകീയ ഉദ്ഘാടനം. നേരത്തെ മിനിസ്റ്റർ വളരെ രാഷ്ട്രീയമായ ഒരു ഗൗരവമേറിയ ഒരു വിഷയമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഇത്തരമൊരു ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കാത്തതിലുള്ള അതൃപ്തി എന്നതിനപ്പുറം അതിനകത്തുള്ള ഒരു രാഷ്ട്രീയം കൂടെയാണ് പറഞ്ഞത്. പക്ഷേ നേരെ മറിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിന് വ്യക്തിപരമായ ഒരു അധിക്ഷേപം എന്നുള്ള രൂപത്തിലാണ് അതിനെ കൗണ്ടറായിട്ട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാഷ്ട്രീയ ന്യായം പറയാൻ പറ്റാത്തവർ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നത് ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു മാർഗമായിട്ടാണ് കരുതുന്നത്. അതൊന്നൊരു മാർഗമല്ല, ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. പിന്നെ വ്യക്തി അധിക്ഷേപം, ഞാൻ ഈ മന്ത്രിയായ അന്ന് മുതൽ ഇന്ന് വരെ ചില കോണുകളിൽ നിന്നും വ്യക്തി അധിക്ഷേപം നേരിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മന്ത്രിയും ഇങ്ങനെ തൻ്റെ ചരിത്രത്തെ തമസ്കരിക്കുന്ന നിലയിലേക്കുള്ള വ്യക്തിഹത്യ ചിലപ്പോൾ നേരിട്ടിട്ടുണ്ടാവില്ല, മറ്റു പല വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ വന്ന വഴിയാകെ മായ്ച്ചു കളയുന്ന നിലയിലേക്കുള്ള ബോധപൂർവമായ വിമർശനം നേരിട്ടിട്ടുണ്ടാവില്ല. ഒരു മനുഷ്യനെ കായികമായി ആക്രമിച്ച് കൊലപ്പെടുത്താം, അതുപോലെ തന്നെ മാനസികമായി ഇല്ലാതാക്കാം, വ്യക്തിഹത്യ നടത്താം, ആ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാം. എന്നാൽ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തിയതൊന്നും ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന ആരും വ്യാമോഹിക്കേണ്ട. ഒരു മന്ത്രി എന്ത് ചെയ്തു എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ വിമർശിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. അതല്ലാതെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതി അത് ഗുണകരമാണോ ഇല്ലയോ എന്നുള്ളത് മലയാളി വിലയിരുത്തിക്കൊള്ളൂ. മലയാളിക്ക് അതിലൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇത്തരം അധിക്ഷേപം നടത്തുന്നവർ മൈനോറിറ്റിയാണ്. മഹാഭൂരിപക്ഷവും മെറിറ്റ് പ്രകാരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ, ടൂറിസം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം, അതിനെ അതിശക്തമായി വിമർശിക്കാം. എന്നാൽ ഇങ്ങനെ വ്യക്തിഹത്യയും വ്യക്തി അധിക്ഷേപവും നടത്തുന്ന രീതി അത് പൊതുവേ കേരളം അംഗീകരിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. ജനം അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതാണെന്ന് വളരെ കൃത്യമായി നാടിനറിയാം. സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ പ്രവർത്തിച്ചത് എങ്ങനെയാണ്, എന്താണ്, എപ്പോൾ പ്രവർത്തനം ആരംഭിച്ചതാണ് എന്നൊക്കെ നാടിനറിയാം. അതിന് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ എന്തായാലും താല്പര്യം എനിക്കില്ല. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി എന്നുള്ള രൂപത്തിലൊക്കെ തന്നെ ഇതിനു മുൻപും ഇടപെട്ട സമയത്തൊക്കെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയത്തിലാണെങ്കിലും വികസന കാര്യങ്ങളിൽ ഒന്നിച്ചുള്ള സമീപനമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ NHന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ പുതിയ BJP സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം ഇത് രാഷ്ട്രീയമായല്ല, അതല്ലെങ്കിൽ ഇതിനെ വികസനത്തിനപ്പുറമുള്ള ചില രാഷ്ട്രീയ തുരങ്കം വെക്കൽ പോലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടെയൊക്കെ ആയിരുന്നിട്ടുള്ള ഒരാൾ കൂടെയാണ്. അവരുദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതാണ്. വ്യക്തി അധിക്ഷേപം നടത്തുക, വ്യക്തിഹത്യ നടത്തുക, എന്നിട്ട് ആകെ ഒരാളെ സൈഡ് ലൈൻ ചെയ്യുക, അതിനെ കൈയടിക്കാനും പരിഹസിച്ച് ചിരിക്കാനും ചുറ്റും ഒരു 10 ആളുണ്ടെങ്കിൽ ഈ 10 ആളാണ് ലോകം എന്ന് കരുതുകയാണ്. 10 ആളല്ല ലോകം. 10നേക്കാൾ എത്രയോ ഇരട്ടിയിലധികം ആളുകളുള്ളതാണ് ലോകം. ആ ലോകം അത് അംഗീകരിക്കുന്നില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുള്ളവരായിക്കൊള്ളട്ടെ, അതിലെ മഹാഭൂരിപക്ഷം പേരും ഈ രീതി അംഗീകരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. വയനാട് ചൂരൽമലയിലെ ഒരു സംഭവം മിനിസ്റ്റർ നേരത്തെ പറയുണ്ടായി. T സിദ്ദിഖിനെ സംസാരിക്കാൻ ക്ഷണിച്ചതാണ്. വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളും ആ വേദിയിലുണ്ടായിരുന്നു. 2 മന്ത്രിമാർ സംസാരിച്ചില്ല. ആ വേദിയിലാണ് T സിദ്ദിഖിനെ ക്ഷണിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളെ CPIM നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ, DYFI നേതാക്കൾ ഉൾപ്പെടെ നേരിട്ട ഒരു രീതിയും ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ സമാനതകളില്ലാത്ത അത്തരത്തിലുള്ള ചില മാതൃകകളല്ലേ നമ്മൾ പിന്തുടരേണ്ടത് എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ആശയപരമായ പോരാട്ടമാണ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ഒരു ഗുസ്തി മത്സരമല്ല. 2 രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരു മുറിയിലിട്ട് പൂട്ടി അവർ തമ്മിലടിച്ച് അതിൽ ആരാണോ രക്ഷപ്പെട്ടു വരുന്നത് അവരുടെ രാഷ്ട്രീയമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന രീതിയല്ലല്ലോ ജനാധിപത്യ രീതി. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആശയപരമായ സംവാദങ്ങളാണ്, സംസാരങ്ങളാണ്, വിമർശനങ്ങളാണ്, പിന്തുണകളാണ്. ഇതെല്ലാം ചേർന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം കേരളം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലത് ചിലവാകുകയില്ല. മറ്റൊരു ചോദ്യം എന്നുള്ളത്, സംസ്ഥാനം വലിയൊരു ബാധ്യത വരുത്തി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ആ ബാധ്യതകളുടെ മുകളിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക എന്ന് പറയുന്നത്. ഒരു പിന്നോട്ട് പോക്കും ഉണ്ടാവില്ല. ഈ 10 കൊല്ലം കേരളത്തിലൊരു LDF മാജിക് പോലെയാണ് പശ്ചാത്തല വികസന മേഖലയിലും മറ്റു മേഖലയിലും കണ്ടത്. അതിനിയും തുടരും. അത് LDF ഇനിയും തുടരും. എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് വികസന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട്. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചാൽ വളരെയധികം സന്തോഷം.